എന്നത്തെയും പോലെ ഇന്നും രാവിലെ അടുക്കളയിലോട്ട് എന്നെ വന്ന് ജനാലകളും കഥകളും ഒക്കെ തുറന്നിട്ട് തലേന്ന് കഴുകി വെച്ച പാത്രങ്ങൾ പറക്കി കളിക്കുകയാണ് ആരും. ഞാനത് പറക്കി വെക്കുക. പൈപ്പ് വന്നപ്പോ ഒരു തുള്ളി വെള്ളം കൂടി ഇല്ല. അപ്പൊ മുകളിൽ പോയി നോക്കിയിട്ട് മോട്ടർ ഓൺ ചെയ്യാൻ വെള്ളത്തിനിപ്പോ വല്ലാത്ത ക്ഷാമമാണ്. മോട്ടറൊക്കെ ഓൺ ചെയ്തിട്ട് വന്നിട്ട് അരിയല്ല തിളപ്പിച്ചൂറ്റാനുള്ള ചോറാണ് കേട്ടോ. ഇന്നലത്തെ കുറച്ച് ചോറ് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. ഇപ്പൊ സോപ്പ് ഉപയോഗിക്കാത്ത എല്ലാ വെള്ളവും ചെടിക്ക് ഒഴിക്കാനാണ് എടുക്കുന്നത്. അതുകൊണ്ട് ആ വെള്ളം കലത്തിലോട്ട് മാറ്റിയിട്ട് എനിക്കിത് ചായക്ക് വേണ്ടിയിട്ടുള്ള വെള്ളവും പാലും കൂടി അടുപ്പത്താക്കിയിട്ടുണ്ട്. അതും അവിടെ ഇരുന്ന് സെറ്റ് ആവട്ടെ. കൂടെ ഇന്നലെ നമ്മൾ പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്ന ചാളയില്ലേ, അത് നമുക്ക് ഉഷാറ് ചാളയായിരുന്നു കേട്ടോ. എന്തൊരു ടേസ്റ്റ് ആയിരുന്നു അറിയാം. കൂടെ നമുക്കൊരു പയർ മെഴുക്ക് പയറെടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് തണുപ്പ് മാറാനായിട്ട് വെളിയിൽ വെച്ചിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് കിട്ടിയ പ്രസാദമാണ്. രാത്രിയാണ് തിരിച്ചെത്തിയത്. അതുകൊണ്ട് അധികം കഴിക്കാൻ പറ്റിയില്ല. നേരെ അങ്ങ് ഫ്രിഡ്ജിൽ വെച്ചു. രാവിലെ ഇത് ആരോട്ടിക്കും കുറച്ച് കൊടുത്ത് ഞാനും കുറച്ച് കഴിച്ചിട്ട് ബാക്കി അങ്ങ് ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചു. പോയതുകൊണ്ട് തന്നെ ആരോട്ടിക്ക് വല്ലാത്തൊരു ഇറിറ്റേഷൻ ആയിരുന്നു കേട്ടോ. അടുക്കളയിൽ നല്ല ചൂടുള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി കാറ്റ് കൊള്ളിക്കാറുള്ളതാണ്. പക്ഷെ ഇന്ന് ഭയങ്കര ചൂടായിരുന്നു കേട്ടോ, കറണ്ട് ഇല്ലാത്ത. അങ്ങനെ ചായയൊക്കെ സെറ്റാക്കി ഏട്ടനുള്ള ചായ കൊണ്ട് കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യും, അടുക്കളയിൽ ഇരുന്ന് തന്നെ ചായ കുടിക്കുകയാണ്. ആരോട്ടി ഉറങ്ങുന്ന കാര്യത്തിൽ സംശയമാണ്. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു കിച്ചണൊക്കെ ഒന്ന് ഒതുക്കിയിട്ടിട്ട് ആരോട്ടിക്ക് നല്ല എണ്ണയൊക്കെ തേച്ചു. ആരോട്ടിക്ക് ചൂടുകുരു ഉള്ളതുകൊണ്ട് ഞാനിപ്പോ 1 മാസത്തോളമായിട്ട് അവളെ എണ്ണയൊന്നും തേക്കാതെയാണ് കേട്ടോ കുളിപ്പിക്കുന്നത്. ഇന്ന് എന്തായാലും കറണ്ട് ഒന്നും ഇല്ലല്ലോ, ജസ്റ്റ് ഒന്ന് തണുപ്പ് തലക്കൊക്കെ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എണ്ണ തേച്ച് കുളിപ്പിക്കാന്ന് വിചാരിച്ചത്. അങ്ങനെ പയറൊക്കെ അരിഞ്ഞു വെച്ചിട്ട് നേരെ ആളെയും പിടിച്ചത് എണ്ണ തേപ്പിക്കുന്നുണ്ട്. നിന്ന് തരില്ല കേട്ടോ, ഓടുവാണ്. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫോണിൽ ചാർജ് ഭയങ്കര കുറവായിരുന്നു. അതുകൊണ്ട് 2 മണിയായിട്ടാണ് ഞാൻ ഈ വീഡിയോ റീസ്റ്റാർട്ട് ചെയ്തത്. രമണ 2 മണി വരെ കറണ്ട് ഉണ്ടായിരുന്നില്ല. അതുവരെ ആരോട്ടി ഇവിടെ കരച്ചിലിനൊടുവിൽ ആരോട്ടി ഇതേ ഉറക്കി കിടത്തിയിട്ട് ഞാൻ നേരെ അടുക്കളയിലോട്ട്. നേരെ നല്ല യുദ്ധം പിടിച്ചല്ലേ, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ നുള്ളിപ്പുറക്കി തിന്നാം. രാവിലെ തന്നെ ചോറൊക്കെ തിളപ്പിച്ച് ഊറ്റി വെച്ചോണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് ചോറൊക്കെ കാലിയായിട്ടുണ്ട്. ഇനി വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ട് ചോറ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എയർ ഫ്രയറിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ടോസ്റ്റ് ചെയ്ത് എടുക്കുമ്പോൾ നമ്മുടെ റസ്ക് കഴിക്കുന്ന പോലെ നല്ല കട്ടിക്ക് കിട്ടും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആരോട്ടിക്ക് കുടിക്കാനുള്ള വെള്ളം കൂടി അങ്ങ് അടുപ്പത്ത് നേരത്തെ ബാക്കി വെച്ച പായസം കൂടി അങ്ങ് കഴിച്ചു തീർക്കാന്ന് വിചാരിച്ചു. അരിഞ്ഞു വെച്ച പയറ് മെഴുക്കുവരട്ടി ഇനി വേണം വയ്ക്കാൻ. കറണ്ട് ഇല്ലാത്തോണ്ട് ഇവിടെ യുദ്ധമായിരുന്നല്ലോ, അതുകൊണ്ട് ഒന്നും നടന്നു. മീൻ വറുത്തതും അച്ചാറൊക്കെ കൂട്ടിയാണ് കേട്ടോ രാവിലെ. കണ്ടില്ലേ, നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഇങ്ങനെ വൈകുന്നേരത്തെ ചോറിന് വേണ്ടിയിട്ടുള്ള അരി കഴുകുകയാണ് കേട്ടോ ഞാൻ. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ, താങ്ക് യു.